ജമീഷ്, വെടിനിർത്തൽ യഥാർത്ഥത്തിൽ സാധ്യമാകേണ്ടത് ഞായറാഴ്ച മുതലാണ്. 19-ാം തീയതി മുതൽ. ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നത് അമേരിക്കയിൽ 20-ാം തീയതിയാണ്. അതിന് തലേന്ന് തന്നെ ബന്ദി കൈമാറ്റം തുടങ്ങണം. ഘട്ടം ഘട്ടമായി 33 പേരെയാണ് ആദ്യ ഘട്ടത്തിൽ വിട്ടയക്കേണ്ടത്. ആ ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ആ ലിസ്റ്റിലെ പേരുകാരെല്ലാവരും നമുക്കറിയാം. ആ പേരുകാരുടെ കാര്യം അറിയാം. ആ പേരുകാർ റിയൽ പീപ്പിളാണ്, ജീവിച്ചിരിക്കുന്ന ആളുകളുമാണ്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ പേരുകൾ ഉണ്ടാവും. ഇപ്പോൾ 96 പേരാണ് ജീവിച്ചിരിക്കുന്നവരായി ഹമാസിൻ്റെ കൈവശം തടവറകളിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത്രയും പേര്, അവസാന കൗണ്ടിൽ അത്രയും പേർ ഉണ്ടാകുമോ എന്നത് 3-ാം ഘട്ടം എത്തുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അതുമാത്രമല്ല, മറുവശത്ത് ഇസ്രയേൽ വിട്ടുകൊടുക്കാം എന്ന് പറയുന്ന ആളുകളുടെ പേരുകൾ വെച്ചിട്ടില്ല. 2000 പേരെ വിടാം, പല ഘട്ടങ്ങളിലായിട്ട് വിട്ടുകൊടുക്കാം. ഇസ്രായേലിൻ്റെ തടവറയിലുള്ള പലസ്തീൻകാരെ മോചിപ്പിക്കാം എന്നാണ് ധാരണ. പക്ഷേ അതാരാവണം എന്നതിൽ തർക്കമുണ്ട്. അപ്പം ഇപ്പോൾ നടക്കുന്ന ആക്രമണമെന്ന് പറയുന്നത് ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് കലഹിച്ചു നിൽക്കുന്ന തീവ്ര റാഡിക്കൽ വലതുപക്ഷ ജൂയിഷ് മെൻറ്റാലിറ്റിയുള്ള ആളുകൾ, അവരുടെ കൂടെ ഒരു പ്രീതി പിടിച്ചു പറ്റാനായിരിക്കണം അവസാന റെസിസ്റ്റൻസിനെയും അവസാനിപ്പിക്കാൻ ലഭിച്ച 2-3 ദിവസത്തിൻ്റെ ആ ഒരു ആനുകൂല്യം എടുത്തുകൊണ്ട് ആഞ്ഞടിക്കുന്ന ഇസ്രയേലിനെ നമ്മൾ കാണുന്നു. അതൊരു ടാക്ടിക്സ് എന്നതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല ഈ ഘട്ടത്തിൽ. യഥാർത്ഥത്തിൽ ഞായറാഴ്ച വൈകുന്നേരത്തിന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാം റെഡിയാകണം. പിന്നീട് ഒരു വെടിയൊച്ച അവിടെ കേൾക്കില്ല എന്ന രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഇറിറ്റൻസ് പലതുമുണ്ട് ശ്രീ ജമീഷ്. അത് പ്രധാനമായും ഉള്ളത് ജമീഷ് ഇതിനെ സൂചിപ്പിച്ച ഫിലഡൽഫിയ കോറിഡോർ. അവിടെ നിന്ന് ഇസ്രയേലിൻ്റെ സേനാ പിന്മാറ്റം പല ഘട്ടങ്ങളിലായി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ എഗ്രി ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും സംഭവിക്കുമോ എന്ന് അറിയില്ല. അതുപോലെ നഫ്താലിം കോറിഡോർ, മറ്റൊരു കോറിഡോറാണ്. ഇതൊക്കെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ്. ഭാവിയിൽ ഇസ്രയേലിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ഇസ്രയേലി സൈന്യത്തിൻ്റെ പൂർണ്ണമായ പിന്മാറ്റം ഈവൻ ഫേസ്ഡ് മാനറിൽ പോലും ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അതുപോലെ ഒരു ബഫർ സോണിനെ കുറിച്ച് ഇസ്രായേൽ കാര്യമായി സംസാരിക്കുന്നു. കാരണം ഈ 365 സ്ക്വയർ കിലോമീറ്റേഴ്സ് ചുറ്റളവുള്ള ഒരു സ്ഥലമാണല്ലോ ഗസ. അതിന് ചുറ്റുപാടും ഒരു ഏതാനും കിലോമീറ്ററുകൾ നീളുന്ന ഒരു ബഫർ സോൺ ഇസ്രായേൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ബഫർ സോണിൽ സൈനിക സാന്നിധ്യം ഉണ്ടാവരുത് എന്നാണ് ഇപ്പോൾ നിഷ്കർഷിച്ചിട്ടുള്ളത്. പക്ഷേ അതും എത്രത്തോളം സാധ്യമാകും എന്ന സംശയമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ 1-ാം ഘട്ടത്തിൽ കാര്യമായ കല്ലുകടികൾ പ്രതീക്ഷിക്കാനില്ല. 1-ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇസ്രയേൽ മോചിപ്പിക്കേണ്ട ലിസ്റ്റ് വരുമ്പോൾ അതിൽ വളരെ വലിയ കൊലപാതകങ്ങൾ, ക്രൂരമായ ആക്രമണങ്ങൾ, അതുപോലെ ഇസ്രായേലി സേനയ്ക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തിയ ഹമാസിൻ്റെ പോരാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പിടിയിലായിട്ടുള്ളവരെ മോചിപ്പിക്കുന്ന വിഷയം വരുമ്പോൾ ഇസ്രായേൽ ഒരുപക്ഷെ അതിശക്തമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതൊരു കീറാമുട്ടിയാകാൻ 2-ാം ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾക്ക് അത് വഴിമുടക്കിയായി നിൽക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലോകം ഈ കരാറിനെ കാണുന്നത്. ലെറ്റ് us look at it from a positive perspective. പക്ഷേ കുറച്ച് ആകാംക്ഷകളുണ്ട്, അതിനെക്കുറിച്ച് സൂചിപ്പിച്ച് വെച്ചു എന്ന് മാത്രം.